മറ്റേ ജയന്തന്റെ ഭാര്യയില്ലേ രമ? ഓ അവൾക്ക് എന്ത് പറ്റി? അവളെ ആരോ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അതിനെന്താ കുഴപ്പം? അല്ല, എന്റെ കോൾ ഹിസ്റ്ററി എടുക്കാൻ വേണ്ടി അത് ഹാക്കർ അവൻ കാണാൻ പോണെന്ന്. ആരെയോ കാണാൻ പോട്ടെ, നിനക്കെന്താ? എനിക്കൊന്നുമില്ല. ഞാൻ ഈ ഗൾഫിൽ പോയ സമയത്ത് ശങ്കരനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ട് രമയെ. അപ്പം കോൾ ഹിസ്റ്ററിയിൽ അതെന്റെ പേര് കാണണമെങ്കിൽ നിങ്ങളാരും അങ്ങനെ വേറെ ഇത് ചെയ്യണ്ടെന്ന് എനിക്ക് അറിഞ്ഞപ്പോ എന്തോ പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾക്കാർക്കും അങ്ങനെ നീ അവളെ ഫോൺ വിളിച്ചെന്ന് വെച്ചൊന്നും തോന്നിയൊന്നുമില്ല. അത് അത്രേ ഉള്ളൂ. അത് നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞു തന്നത്? അല്ല, ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചു. ഞാൻ അളിയനും അവിടെ നിന്ന് സംസാരിച്ച ഈ കാര്യമേ അവിടെ കോൾ ഹിസ്റ്ററി അത് നിങ്ങളെന്നാ അളിയൻ എന്ത് പറഞ്ഞ? ഏതാ അളിയൻ എന്ത് പറഞ്ഞ നിന്റെ അടുത്ത്? അളിയൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. അവർ എടുക്കാൻ പോണെന്ന് പറഞ്ഞു. അളിയാണ് നിന്റെ അടുത്ത് പറഞ്ഞ അവര് കോൾ ലിസ്റ്റ് എടുക്കാൻ പോണെന്ന്? അളിയനാണ് നിന്നെ പേടിപ്പിച്ചത് ആണോ? കൂടെ നടക്ക്, കുറച്ചും കൂടെ ഒട്ടി നടക്ക് രണ്ടുപേരും കൂടെ. ഞാൻ അപ്പോഴേ പറഞ്ഞ അളിയന്റെ പുറകെ നടന്നാൽ നിനക്ക് പണി കിട്ടും. അളിയന്റെ പുറകെ നടന്ന് പണി കിട്ടിയ ഒരാളാണ് ഞാൻ. പോയി മേടിക്ക് ചെല്ലി. ബാലേ, എന്തേ ഹാക്കറിനെ അന്വേഷിച്ചു പോയിട്ട്? എത്തിയല്ലോ. എന്തേ വിഷമിച്ചിരിക്കണ? എന്താ? ഒന്നുമില്ല. ഹലോ, എന്താണെന്ന് പറ. ഹാക്കറിനെ കണ്ട വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ്? എന്താ പറയാ, വിശേഷങ്ങളൊക്കെ അറിഞ്ഞപ്പോ മനസ്സിലെ ബിംബങ്ങളൊക്കെ ഉടഞ്ഞു. ജയന്ത, എന്താ പറ്റിയ? എന്തു പറ്റാനാ ചേച്ചി? ഞാൻ എന്നാ പറയാനാ? അല്ല പറ, ഇനിയിപ്പൊ പറയാനിട്ട് കാര്യമുണ്ടോ? പഴയ കാര്യങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ കുത്തിപ്പോക്കണേ? പഴയ കാര്യങ്ങളാ? ഇന്ന് പോലും. ഇന്നാ? ഇന്നൊന്നും ഉണ്ടാവൂല ജയന്ത. വീടാവുമ്പോ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇനി അതൊക്കെ ആലോചിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇന്ന് മുതൽ നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക്. ശരിയാ മാമി, ഞാനും രമയും കൂടി ഒരു പുതിയ ജീവിതം തുടങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തി വരികയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സംഭവിച്ചത്. എല്ലാം എൻ്റെ തെറ്റാ മാമി. ഞാൻ പലരെയും കൂട്ടി അവളെ സംശയിച്ചു. പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു. അവളുടെ കൂട്ടുകാരികൾ അവളെ വിളിച്ചതാ. ഇനിയിപ്പോൾ അവളോട് മാപ്പ് പറഞ്ഞ് പുതിയ ജീവിതം തുടങ്ങാം. ഞാൻ പോട്ടെ. പോട്ടെ. അവളിത് അറിയണ്ട കേട്ടാ. അത് സംശയിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയന്തനല്ലേ എൻ്റെ മോശം. എന്നാലും നീ രക്ഷപ്പെട്ടില്ലടാ. ചുമ്മാ അരിയള്ളി, അയാളതുകൊണ്ട് അവിടെ നീങ്ങണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ അയാൾ കേട്ടാ തമാശയ്ക്ക് പറഞ്ഞു തുടങ്ങിയ പോലെയാണ് എനിക്ക് ആദ്യം തോന്നി. പിന്നെ ആളി സീരിയസ് ആയിട്ട് കാണും. ഞാൻ പറഞ്ഞല്ലേ നിന്റെ അടുത്ത് ഇങ്ങനെ പോറാണക്കരുത്. എന്തായാലും എൻ്റെ ലച്ചുമുള കൊണ്ട് ആദ്യമായിട്ടൊരു ഉപകാരം ഉണ്ടായി. എന്താണ്? അവള് ജോലിയും കൊണ്ട് പോയില്ലേ കുഴിപ്പള്ളത്ത്. അല്ലെങ്കിൽ ജോലി ഉണ്ടായിരുന്നെങ്കിലോ എൻ്റെ കുടുംബം തീർന്നനെ, ശിഥിലമായനെ അല്ലേ? സൂക്ഷിച്ചും കണ്ടും ഫോണുകൾ ഉപയോഗിക്കുക. ആവശ്യമില്ലാത്ത കോളുകൾ ആർക്കും ചെയ്യരുത്. നമുക്ക് തോന്നും, വിളിക്കണം തോന്നും.